2019 സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്ടീവ് കേരള പിറവിയെടുത്ത നാൾ മുതൽ നിരവധി സമരങ്ങൾ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുന്നതിന് വേണ്ടി കേരളത്തിലുടനീളം ചെയ്തു കഴിഞ്ഞു. നമുക്കറിയാം, ഒരു ബജറ്റ് പടിവാദത്തിൽ എത്തി നിൽക്കുന്ന അവസരമാണ്. കഴിഞ്ഞ ബജറ്റിൽ തീരുമാനങ്ങൾ പോലുള്ള പദ്ധതി നമ്മുടെ ധനമന്ത്രി പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാർ ഏകീകൃത പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെയും പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുടെ പരാജയങ്ങൾ ആണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് പുതിയ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചത്. പക്ഷേ പുതിയ പദ്ധതികൾ ഓരോന്നിനും ദുഷ്ടലാക്കോടുകൂടി തന്നെ രൂപീകൃതമായ പദ്ധതികളാണ് എന്ന് ജീവനക്കാർ തിരിച്ചറിഞ്ഞു. ജീവാനന്ദം പോലുള്ള പദ്ധതി പ്രഖ്യാപിച്ച ധനമന്ത്രി അതിനുശേഷം ആ ഒരു പദ്ധതിയെപ്പറ്റി ഒരക്ഷരം ഉരിയാടുകയോ അതിനെ സംബന്ധിച്ച എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തുകയോ ചെയ്തിട്ടില്ല. നമുക്ക് ഇവിടെ ജീവാനന്ദമല്ല വേണ്ടത്. നമുക്ക് NPS ജീവനക്കാർക്ക് പരമാനന്ദവും മരണാനന്ദവും ഒന്നും വേണ്ട. കേരളത്തിലെ NPS ജീവനക്കാരുടെ ഒരേ ഒരു ആവശ്യം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്നത് തന്നെയാണ്. നമുക്കറിയാം, എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടപ്പെട്ട ഒരു പദ്ധതിയാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി. ഇന്ത്യയിലും വിദേശത്തും പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരു പദ്ധതി 2013 കേരളത്തിൽ നടപ്പിൽ വന്നിട്ട് ഇന്ന് 11 വർഷങ്ങൾ പിന്നിടുകയാണ്. 11 വർഷങ്ങൾ പിന്നിടുമ്പോൾ 10 വർഷത്തോളം സേവനം ലഭിച്ച ഇബ്രാഹിം സാറിനെ പോലെയുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ആനുവിറ്റി കേവലം 1311 രൂപ മാത്രമാണ്. അതിനും കുറവ് ആനുവിറ്റിയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ അമ്മിണി മേഡത്തിന് ആയുർവേദ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിരമിച്ച അമ്മിണി സാറിനും. അതോടൊപ്പം ലീല സാറിന്റെ കാര്യമാണെങ്കിൽ കഴിഞ്ഞ വർഷം പെൻഷനായിട്ട് ആനുവിറ്റി ആയിട്ടുള്ള തുച്ഛമായ എമൗണ്ട് 700-800 രൂപ അതുപോലും സമയത്ത് കിട്ടാൻ തുടങ്ങിയിട്ടില്ല. അപ്പൊ നമ്മുടെ NPS ജീവനക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വിചാരിക്കുന്നത് ഏതാണ്ട് 30 വർഷമോ 40 വർഷമോ സർവീസ് ഉണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപ കിട്ടും എന്നൊക്കെയാണ്. ഇത് നടപ്പിലാക്കിയ ആളുകൾ ആ സമയത്ത് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ 2004 കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പെൻഷൻ പദ്ധതിയിലൂടെ 20 വർഷങ്ങൾക്ക് ശേഷം വിരമിച്ച ജീവനക്കാർക്ക് ലഭിക്കുന്ന ആനുവിറ്റി 2500-ഉം 2000 രൂപയാണ്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷനുമായി താരതമ്യം ചെയ്താൽ ആനയും ഉറുമ്പും തമ്മിലുള്ള താരതമ്യ പഠനം എന്ന് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയെ വിശേഷിപ്പിക്കാവുന്നതാണ്. സ്റ്റാറ്റ്യൂട്ടറിയിലുള്ള ജീവനക്കാർക്ക് DCRG പോലുള്ള ആനുകൂല്യങ്ങൾ 17 ലക്ഷം രൂപയൊക്കെ മറ്റ് ഒരു നയ പൈസ പോലും അടയ്ക്കാതെ ലഭിക്കുമ്പോൾ കേരളത്തിലെ NPS ജീവനക്കാർക്ക് DCRG പോലുള്ള ആനുകൂല്യങ്ങൾ വരെ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലെ NPS ജീവനക്കാർ അടച്ച 60% തുക തിരികെ കിട്ടുന്നു. ആ തുക തിരികെ കിട്ടുന്നതോടൊപ്പം ആനുവിറ്റിയിലേക്ക് 40% തുക നിക്ഷേപിക്കുന്നു. ആ 40% തുകയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കേവലം 6% പലിശ മാത്രമാണ് ലഭിക്കുക. KSR പാർട്ട് 3യുടെ എല്ലാ ആനുകൂല്യങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട ജീവനക്കാരാണ് NPS ജീവനക്കാർ. NPS ജീവനക്കാരെ ഉണർന്നെഴുന്നേറ്റാൽ മാത്രമേ ഈ ഒരു പദ്ധതി, നശിച്ച പദ്ധതിയിൽ നിന്ന് നമ്മുടെ ജീവനക്കാർക്ക് വിടുതൽ ലഭിക്കുകയുള്ളൂ. 2025 ഈ വർഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കേളികെട്ട് ഉയരുന്ന വർഷമാണ്. നമുക്കറിയാം, കേരളത്തിലെ ജീവനക്കാർ ഒന്നടങ്കം പ്രതികരിച്ചാൽ 2.5 ലക്ഷത്തോളം ജീവനക്കാരും അവരുടെ ആശ്രിതരും അടങ്ങുന്ന ജീവനക്കാർ ശക്തമായി പ്രതികരിച്ചാൽ ഏത് ഭരണകൂടത്തെയും വാഴിക്കാനും വീഴിക്കാനും കെൽപ്പുള്ളവരാണ് നമ്മൾ നമ്മുടെ ശക്തി തിരിച്ചറിയേണ്ട കാലഘട്ടമാണിത്. 2026 അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. 2 വട്ടം 2ാം തവണയും ഭരണം ലഭിച്ച സമയത്തും 1ാം തവണ ഭരണം ലഭിച്ചപ്പോഴും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കും, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കും, പങ്കാളിത്ത പെൻഷൻ പദ്ധതി അറബിക്കടലിൽ എറിയും എന്നൊക്കെ പറഞ്ഞ ഭരണകൂടം 2ാം തവണ ഭരണം ലഭിച്ചതിന് ശേഷവും ഈ അവസാന കാലഘട്ടത്തിലും പങ്കാളിത്ത പെൻഷൻ പദ്ധതിയെക്കുറിച്ച് ഒരക്ഷരം, ഒരു നടപടി പോലും എടുക്കുന്നില്ല എന്നത് തികച്ചും ഖേദകരമാണ്. ഈ ഒരു ഭരണകൂടം പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കും എന്നൊരു പ്രതീക്ഷ ഇവിടുത്തെ ജീവനക്കാർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സർക്കാരിലുള്ള വിശ്വാസം തന്നെ ഈ ജീവനക്കാർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള ഈ അവസാന കാലത്തിലെങ്കിലും സർക്കാർ വാക്കുപാലിച്ച് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണം എന്നാണ്
ഈ അവസരത്തിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അല്ലാത്ത പക്ഷം കേരളത്തിലെ NBS ജീവനക്കാരുടെ രോഷം അത് വോട്ടിലൂടെ പ്രതിഫലിക്കുമെന്ന് അടിവരയിടുവാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നമുക്കറിയാം, 11 വർഷങ്ങൾ പിന്നിട്ട ഒരു പദ്ധതി, എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട ഒരു പദ്ധതി പിൻവലിക്കാനുള്ള അവസാന അവസരമായി നിലവിലെ സർക്കാർ ഈ ഒരു അവസരത്തെ കാണണം. ഈ ഒരു പദ്ധതി പിൻവലിക്കണം. ജീവനക്കാർക്ക് നഷ്ടപ്പെട്ട അവകാശങ്ങൾ തിരികെ നൽകണം. NBS ജീവനക്കാരോട് എനിക്കൊരാൾ അഭ്യർത്ഥന, നമ്മൾ ഇനിയെങ്കിലും സംഘടിക്കാനും ഒന്നിച്ച് എതിർക്കാനും നമ്മൾ മുൻകൈ എടുത്ത് ഇറങ്ങണം.